Assalamualaikum dear friends, welcome back to Shammy's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് നല്ല തൊലി കറുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. നമ്മൾ കറുത്തിട്ട് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ, അതിലാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, ഇതുപോലത്തെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് അരി ഇതുപോലത്തെ അരി കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണൊക്കെ കാണും, അതൊക്കെ അരിച്ച് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ചുമന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ ആ അരിയെല്ലാം നല്ലോണം കഴുകിയെടുത്ത് നമ്മൾ വെള്ളം കളയാൻ വേണ്ടി ഒരു അരിപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു ഇരുമ്പിന്റെ ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കഴുകി മാറ്റി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ അത് മാറിക്കോളും. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇത് വറുത്തെടുക്കണം. അപ്പോൾ ചുമന്ന അരി തന്നെ വേണമെന്നില്ല, പച്ചരി വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ മഞ്ഞ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ചാക്കരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. ഏതരി വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വറുത്ത് കിട്ടണം നമുക്ക്. ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങ് ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇത് ജസ്റ്റ് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി കൊടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അരിയെല്ലാം ഒന്ന് പൊട്ടി നല്ലോണം വറുത്ത് വരണം. അരിയെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇനി ഈ ചട്ടിയിൽ ഇടാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലോട്ട് മാറ്റാം നമുക്ക്. ആ ചൂടോടുകൂടി തന്നെ മാറ്റുക. അപ്പോൾ നമ്മുടെ അരി വറുത്തത് ഇവിടെ റെഡിയായി. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് തേങ്ങയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് കപ്പലണ്ടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കിടക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. 1/2 കപ്പ് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കൂടുതൽ അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ആരോഗ്യത്തിന് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ മാറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉടനെ മാറ്റണമെന്ന് പറയുന്നത്. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ തേങ്ങയുടെയും ആ കപ്പലണ്ടിയൊക്കെ വറുത്ത് കിട്ടുമ്പോൾ നല്ല ഒരു അടിപൊളി മണം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങയും കപ്പലണ്ടിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഈ വറുത്ത് മാറ്റി വെച്ച തണുത്ത അരി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 3 ഏലക്കയും കൂടി ഇട്ട് നല്ലോണം ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ തേങ്ങയും കപ്പലണ്ടിയും തണുത്ത് വന്നിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഇതും ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ അതാ നമ്മുടെ കപ്പലണ്ടിയും തേങ്ങയും ഇതാ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കപ്പലണ്ടി കിടക്കുന്നുണ്ടല്ലോ, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നല്ല പഴുത്ത് കറുത്തുപോയ നേന്ത്രപ്പഴമാണ് നമുക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ കറുത്ത പഴമൊക്കെ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്, ഈ കറുത്ത പഴമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡിഷസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പഴവും നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കുഞ്ഞു കുഞ്ഞു പീസൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ ജാറിൽ ഞാൻ മിക്സി കഴുകി എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ തേങ്ങയും കപ്പലണ്ടിയും പൊടിച്ച അതേ ജാറിൽ തന്നെ ഈ പഴവും ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. പഴത്തിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നല്ലോണം കട്ടയൊന്നുമില്ല, പഴത്തിൻ്റെ പീസുകളൊന്നും ഇല്ലാത്ത നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഴം എന്താ നല്ലോണം പഴത്തിൻ്റെ പീസുകളൊന്നുമില്ല, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നല്ലോണം നെയ്യ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നല്ലോണം സൈഡും വശങ്ങളിലൊക്കെ നമുക്കിതുപോലെ നെയ്യില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഓയിൽ ചേർത്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയെല്ലാം ഞാൻ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. അത് പൊടിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുക്കി കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് കറുത്ത ശർക്കരയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റ് കിട്ടുന്നതും ഈ കറുത്ത ശർക്കരയ്ക്കാണ്. അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ. വെള്ളം എല്ലാം തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരയും മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് ഒരു നൂൽ പാവം ആവേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ കല്ലും മണ്ണ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കാം, അല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. സാധാരണ കറുത്ത ശർക്കരയ്ക്കൊക്കെ മണ്ണ് കല്ലൊക്കെ കാണും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഒരു സ്റ്റീലിൻ്റെ അരിപ്പിലോട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ കണ്ടല്ലോ വേസ്റ്റ്. ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. അടുത്തതായിട്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മുടെ പഴം അരച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച അരിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച പൊടി ഇതിലോട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പഴവും അരിപ്പൊടിയും കൂടെ നമുക്ക് വറുത്ത അരിപ്പൊടിയും കൂടെ മിക്സായി കിട്ടണം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഈ പഴവും ഈ പൊടിയും എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് പെട്ടെന്ന് ഒരു 4 മണി പലഹാരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ പഴമൊക്കെ നല്ല ആരോഗ്യത്തിന് നല്ലതാണല്ലോ. കുട്ടികൾക്ക് കഴിക്കാനും മടിയാണ് ഈ നേന്ത്രപ്പഴമൊക്കെ. ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും, ശരീരത്തിന് കേടും ഉണ്ടാവില്ല. ഒരുപാട് നെയ്യോ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പഴത്തിൻ്റെ പീസൊക്കെ ഇതിൽ അരിപ്പൊടിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മുടെ തടിത്തവി കൊണ്ട് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ പൊടിയും പഴത്തിൻ്റെ മിക്സും ഒക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ള് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് തടിത്തവി വെച്ച് ഉടച്ചു കൊടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് മിക്സായി കിട്ടും ശർക്കര പാനി. ഇനി ഒരുപാട് ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഇനി നമുക്ക് പൊടിച്ച് മാറ്റി വെച്ച തേങ്ങയും കപ്പലണ്ടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കപ്പലണ്ടിയും പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും. നമ്മുടെ ശർക്കര പാനി ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ശർക്കര ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് 2 പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്കിതാ എല്ലാം യോജിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും മതി. ഇപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നെയ്യ് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാം മിക്സായി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനി നമുക്ക് നമ്മൾ നെയ്യ് തടവി മാറ്റി വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം സെറ്റ് ചെയ്ത് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് നല്ലോണം ലെവൽ ചെയ്തെടുക്കണം. നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. നല്ലോണം അമർത്തി ഇതുപോലെ നമുക്ക് അമർത്തി ഇപ്പോൾ സ്പാച്ചില ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് എടുക്കാൻ വേണ്ടി ഇന്ന സൈഡിലുള്ളത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പീസ് എടുക്കാം. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സ്പൂണ് വെച്ചിട്ട് അതിൽ കോരി നിറച്ച് വെച്ചിട്ട് അങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുത്താൽ അതും ഒരു ഷേപ്പായിട്ട് കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഉരുട്ടി വേണമെങ്കിലും എടുക്കാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിൽ നിന്നും ഞാനെടുത്ത് ഒരു പീസ് എടുത്ത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ പുറത്ത് കപ്പലണ്ടി വെച്ചത് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർത്ത് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്